ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് എന്റെ മോളെ എനിക്ക് കൊണ്ടു തന്നില്ലേ? തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്റെ മോളെ മുമ്പിൽ കണ്ടപ്പോ എനിക്കറിയില്ല കൃഷ്ണ, എങ്ങനെയാ ഞാൻ അവളെ സ്വീകരിക്കുക. സാർ സിംഗാരിമേള താലപ്പൊലി അറേഞ്ച് ബെസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. സാർ ഞാൻ ശാലിമളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിന്റെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ സാർ സ്വീകരിച്ചോ. കണ്ടോ സാർ? കൃഷ്ണ, ഉടനെ തന്നെ നമുക്കൊരു യാത്ര അറേഞ്ച് ചെയ്യണം. മോളും ഞാനും നമ്മളെല്ലാവരും കൂടി സകല അമ്പലങ്ങളിലേക്കും എല്ലാ ദൈവങ്ങളോടും എനിക്ക് നന്ദി പറയണം. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ആ സത്യമൊക്കെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ത്രാണിയില്ലാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ സാവിത്രി ചാച്ചി 10 വർഷം മുമ്പ് മരിച്ചുപോയ കാര്യല്ലേ? അന്ന് ഈ മോൾക്ക് വെറും 11 വയസ്സ് അല്ലേ ശാലിമളു? അതെന്ന് ഇനി അച്ഛനായി മോളായി അവരുടെ പാടായി അവരുടെ ലോകത്തേക്ക് നീ ഒരു കട്ടെറുമ്പാവരുത്. പോടാ പോടാ. എടാ, നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ടു കൊടുത്ത ആരെയാണെന്ന് എനിക്കറിയൂ. മോളെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണമെന്ന് പറഞ്ഞാൽ മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് ആത്മാർത്ഥത. എടാ, നീ ഇപ്പൊ കൊണ്ടു കൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ, കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളൊരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ. എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരു അബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട. അവൾ എവിടെങ്കിലും പോയി പണ്ടറങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ, ഓ എടാ കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കിട്ടി വരും ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്. എടാ എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ളൊരു അസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനാടാ ഇവിടുത്തെ നമ്പർ 1. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? എടാ കണാപ്പ നഖം പറ്റാരാന്ന്. ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും. ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജറായിട്ട് ഒരു വിലസും. അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല, വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ പറ്റും. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥം തോന്നുന്നു. അയാളായിരുന്നു നിന്റെ അമ്മായിയപ്പനാ. എന്റെ അമ്മായിയപ്പനും അല്ല അപ്പാപ്പനും അല്ല. പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോയി പറയും. നിന്റെ കാലി ഇത് എത്ര കിലോമീറ്ററാണ്? ഒരു കാലി അവിടെ നില്ല്. എന്നെ കൊന്നിട്ട് വേണം നിന്നെ ഇവിടെ തന്നെ നിന്നെ വിടില്ലടാ ഞാൻ. കച്ച് കമത്തിട്ട് നിന്നെ വിടില്ലടാ. അച്ഛനും മോളും താരാട്ടുപാട്ട് തുടങ്ങി. സത്യം എനിക്ക് നല്ല ഉറക്കം വരുന്ന പാട്ട് കേട്ടപ്പോ അവിടെ കടയടാ. ഇല്ലടാ, എന്നാലും നിന്നെ വിടില്ല. ഇഴഞ്ഞും പോവാൻ പറ്റില്ല. അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. സമ്മതിച്ചിരിക്കണു. കണ്ടില്ലേ, അയ്യർ സാർ ഇപ്പൊ പുലിക്കുട്ടിയാ. എന്റെ ട്രീറ്റ്മെന്റിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല, മനസ്സന്തോഷം. ഏത് അസുഖത്തിനും ആ ഔഷധം മാത്രമേ ഉള്ളൂ. ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചതാ. ഒടുവിൽ കൃഷ്ണൻ തന്നെ വേണ്ടി വന്നു മകളെ കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഈ കൈ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സംശയം വേണ്ട ഡോക്ടറെ, ഞാനല്ലേ മോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്, അല്ല കണ്ടുപിടിച്ചു കൊടുത്തത്. ഏതായാലും ഇനിയിപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ മതി. ഒന്നിനും ഭയപ്പെടണ്ട. പറഞ്ഞത് കേട്ടല്ലോ. നീ അതിനിപ്പോ വീട് വിട്ടു പോകേണ്ട കാര്യമല്ല. എന്റെ കൈക്കാരനായിട്ട് നീ ഇവിടെ തന്നെ കൂടിക്കോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനേ സാറിനോട് അവളെ കുറിച്ചുള്ള മുഴുവൻ സത്യവും തുറന്നു പറയാൻ. അയ്യോ, അത് കുഴപ്പാവും. അതെ, ആരോഗ്യം വീണ്ടെടുത്തതൊക്കെ ശരി, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷം കെടുത്തുന്ന ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയായാൽ ഇന്നത്തെ നിലയേക്കാൾ മോശമാവാനും മതി. മനസ്സിലായല്ലോ? അതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, വണ്ടി വിട. സാറങ്ങോട്ടോ തിരക്കിട്ട് പോന്നുണ്ടല്ലോ. എന്താ പോന്നല്ലേ? വരുന്നു. അവൻ അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് വിട്ടാ ശരിയാവില്ല. ഞാനും പോവാം.
ഞാനും വന്നു. അയ്യോ, ഇതെന്തോന്ന് ജ്വല്ലറിയുടെ പരസ്യോ? സൂപ്പർ സൂപ്പർ. ഇപ്പൊ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായി. കുട്ടി എന്നാ ഇനി സലാലയിലും കൂടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നേ? തിരിച്ചു പോരുമ്പോ സാവിത്രിക്കും എന്റെ മോക്കും വേണ്ടി അവിടെ വെച്ച് കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഇതെല്ലാം. ഇനി ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വേണം എന്റെ മോളെ എനിക്കെന്നും കാണാൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? അനാഥാലയത്തിൽ നിന്ന് ശാലുവിനെയും കൂട്ടി ഇറങ്ങുമ്പോ ആ നേഴ്സമ്മ പറഞ്ഞത്. നേഴ്സമ്മ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ആ നേഴ്സമ്മ പറഞ്ഞു ശാലുവിന് സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല. എന്തോ ഒരു അസുഖത്തിന്റെ പേര് അതെന്റെ നാവിന്റെ തുമ്പിലിരിക്കുന്നു. എടാ, തുമ്പത്തിരിക്കുന്ന അസുഖമല്ല, കരുനാക്ക്. എനിക്കുണ്ട്. അലർജി മറ്റോ ആണോ? അത് തന്നെ. തന്നെയുമല്ല, ഈ അസുഖം കൂടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാമെന്നും പറഞ്ഞു. എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതാ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു മുള വേണോ, അതോ അലർജി മൂത്ത് ഒരു വശം തളർന്നു പോയ മുള വേണോ? നോ, എനിക്കെന്റെ മോളെ മതി. ഒരു റിസ്ക് വേണ്ട. ഇതെല്ലാം അഴിച്ചു വെച്ചാരെ മോളെ. അമേരിക്കയിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെടാൻ കാരണം എന്റെ ഫ്രണ്ട് സേതുരാമനാ. അയാൾക്കൊരു മകനുണ്ട്, ജയരാമൻ. ഫിലാഡൽഫിയയിൽ വലിയൊരു റെസ്റ്റോറന്റ് നടത്തുക. കല്യാണപ്രായം കഴിഞ്ഞു. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല. ആളാ ടൈപ്പാ. അമേരിക്കയിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് സേതുരാമനോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ മോളെ തേടി പിടിക്കുവാണെങ്കിൽ അവനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാമോ എന്ന്. അതയാൾക്ക് 100 വട്ടം സമ്മതവുമായിരുന്നു. വരുന്ന തിങ്കളാഴ്ച ജയരാമൻ എത്തും പെണ്ണ് കാണാൻ. ഞാൻ കണ്ടിട്ടില്ല ജയരാമനെ. ലേശം കറുത്തിട്ടാണെന്നാ പറയണേ. ഇനി അവര് തമ്മിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്താലോ കൃഷ്ണ? ഇത്ര പെട്ടെന്ന് മോളെ കിട്ടിയിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് അങ്ങ് കെട്ടിച്ചയക്കാന്ന് വെച്ചാ അതും അമേരിക്കയിലേക്ക്. സ്വന്തം മോളെ കണ്ട് കൊതി പോലും തീർന്നു കാണില്ല സാറിന്. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് സാവകാശം ആലോചിച്ചാ പോരെ? അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ആലോചിച്ചാലോ? മകള് കൈവിട്ടു പോകുന്നുള്ള പേടിയും വേണ്ട. എന്റെ അറിവിൽ ഒരു വലിയ ജൈവവള ഫാക്ടറിയുടെ മകനുണ്ട്. അല്ല, ഫാക്ടറി ഓണറുടെ മകനുണ്ട്. പാവം ചെക്കൻ, നല്ല തങ്കപ്പെട്ട സ്വഭാവം. കാണാനാണെങ്കിൽ ഒരു 7-7 അഴക് വരും. പിന്നെ വിദ്യാഭ്യാസമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല താനും. നല്ല പയ്യനാ. എനിക്കറിയാം. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് സേതുരാമന് ഞാൻ വാക്കുകൊടുത്തുപോയി. എന്നാലും ഒരു പ്രശ്നമുണ്ട്. ജയരാമൻ വലിയ കോടീശ്വരൻ. എന്റെ മോക്കാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. അതുകൊണ്ട് ജയരാമൻ വരുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും മോളുടെ പേരിലാക്കാൻ പോവാ. ഒന്നുമില്ലാത്ത എന്റെ മോളെ അയാൾ താലി കെട്ടേണ്ടി വരരുത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്യണം. അധികം സമയമില്ല. ഗുളിയൻ മാറട്ടെ. കളിയാൻ മാറട്ടെ എന്നാ? ഗുളികനോ? അതാരാ? ആ, ശാലുവിനിപ്പ ശനിയാ. ശരിയല്ല, സമയം ശരിയല്ല. സമയം ശരിയില്ലെങ്കിൽ 10-20 വർഷമായിട്ട് തേടി നടന്നതിന്റെ അച്ഛൻ എനിക്ക് കിട്ടുമോ? അത് ശരിയാ. പക്ഷെ അപകാരം ഉണ്ടല്ലോ. എന്തോന്നോ? അതായത് ഇത് ശനി, ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ? നോട്ടത്തിന്റെ പെശക് കണ്ടോ? പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ, ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. 1 വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സർ. ചെയ്താ കൈമോശം വരും. ജോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സർ, അല്ലടാ? പിന്നെ ജോത്സ്യ അച്ചപ്പല്ലേ? അല്ല, അച്ചട്ടല്ലേ? അല്ല കൃഷ്ണ, ഈ ശനിയുടെ അപഹാരം കഴിച്ചെഴുതാമല്ലോ. എഴുതണം. എഴുതിയില്ലെങ്കിൽ കുഴപ്പമോ? ആശ്വാസായി. അല്ല, കൃഷ്ണന് ജ്യോത്സ്യത്തിലൊക്കെ നല്ല വശമല്ലേ? തനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് എഴുത്തൊക്കെ 1 വർഷം കഴിഞ്ഞു മതി. അതുവരെ ഭഗവാൻ എനിക്ക് ആയുസ് തന്നാ മതി. ആ, പിന്നെ കൃഷ്ണ, തിങ്കളാഴ്ച കൃഷ്ണൻ തന്നെ എയർപോർട്ടിൽ പോയി ജയറാമിനെ കൂട്ടിക്കൊണ്ട് വരണം. മറ്റു കാര്യം എന്താ? ഔട്ട് ഹൗസ്. ഓ, ആ കൃഷ്ണ, നമ്മുടെ ഔട്ട് ഹൗസ് ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുക. അതിനെന്താ, അത് വൃത്തിയാക്കി കളയാം. വൃത്തിയാക്കിയിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മാറിക്കോളൂ. ഒപ്പൽ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ.